സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്കെന്നെ അടി രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ. ഇപ്പൊ ഞാൻ എന്റെ പ്രണയം ഉണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സർപ്രൈസ്. ഇപ്പൊ ഞാൻ എന്റെ പ്രണയം ഉണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ആക്കി വെച്ചേക്കുവാണ്. മേ ബി നിങ്ങളെ വിളിച്ചറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് എന്തിനാണ് ഇപ്പോഴേ പറയുന്നത്? അയ്യോ അങ്ങനൊന്നും ഇല്ല. അത് പിന്നെ പറയാം. ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ പറയുക, ഇത് കാണുമ്പോൾ ശരിക്കും ചിരിയ വരുന്നത്. പ്രണയം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നത് തുറന്ന് പറയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും വൈറലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആളുകൾ അതെടുത്ത് പ്രതികരിക്കും, അതെടുത്ത് പറയുകയും ചെയ്യുന്ന സമയത്ത് വലിയ എന്തൊക്കെയോ ഇഷ്യൂ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. അതാണ് രേണുസുതി ചെയ്തു കൂട്ടുന്നത്. സത്യത്തിൽ ചെയ്തു കൂട്ടുന്നത്, കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും സത്യം പറഞ്ഞാൽ ഈ കാണിച്ചു കൂട്ടലൊക്കെ കാണുമ്പോൾ ചിരിയ സത്യം പറഞ്ഞാൽ വരുന്നത്. എന്താ പറയുക, ഇവളുടെ ഈ കോപ്രായത്തരങ്ങളും കാണിക്കലൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവരെ ജീവിക്കാൻ വിട്ടൂടെ. നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ പുള്ളിക്കാരി തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത്, പറയാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സുധിയെ വെച്ച് ഒരുപാട് കരഞ്ഞ് പണം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു ഇതിൽ കയറിയ ശേഷം ഇതാണ് ഇപ്പോൾ ഇതാ പ്രണയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇതൊക്കെ എടുത്ത് പ്രതികരിക്കും. ആളുകൾ ഇതൊക്കെ കേൾക്കാൻ, ഇതൊക്കെ ഒരു പബ്ലിക് മീഡിയയിൽ വന്നിട്ട് പറയുന്ന സമയത്ത് അതൊക്കെ ആളുകളെടുത്ത് പ്രതികരിക്കും. അതിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു മെയിൻ ടോപ്പിക് അല്ല. എന്തായാലും നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. എന്തായാലും ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കൊണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു. അവൻ അറിഞ്ഞില്ലല്ലോ. സാർ ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടെ? ഇതിനു വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സഹായങ്ങളാണ്. നമുക്ക് വണ്ടിയില്ലല്ലോ സാറിനെ. അവിടെ എന്താണ് നീലക്കുയിലിനെ പുച്ഛിക്കുന്നുണ്ട്. നീലക്കുയിലിൽ ഒന്നും ചെയ്തിട്ടില്ല. രേണു ചെയ്തതിൻ്റെ 7 അയലത്ത് പോലും പേരിൽ നീലക്കുയിൽ ചെയ്തത്. അപ്പം നീലക്കുയിലിന് വലിയ ഇതിലായിട്ട് പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ് ആദ്യം സ്വയം നന്നാകുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പുച്ഛിക്കുക. അല്ലാതെ ആ നീലക്കുയിൽ എന്ന് പറയുന്ന അവർ ഒന്നും ചെയ്തിട്ടില്ല. അവരെ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും രേണു ചെയ്തതിൻ്റെ കാൽഭാഗം പോലും അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ദൈവികമായ ഒരു പ്രത്യേക സന്തോഷങ്ങളാണ്. അതാണ് ട്രെയിൻ സമയം. എന്തായാലും പോയിട്ട് വരും. രേണു സൂക്ഷിച്ച ഗിയർ ഇടണം. അല്ല അതൊക്കെ കുഴപ്പമില്ല. ഗിയറിൽ കയറിയിരിക്കില്ല. ഈ രജിത് സാർ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഡബിൾ മീനിങ് ആയിട്ടാണ് സംസാരിക്കാറ്. ബിഗ് ബോസിൽ ഉള്ളപ്പോഴും ആ ഒരു ഇന്ന് കണ്ടതാണ്. പുള്ളിക്കാരൻ കുറച്ചൊക്കെ നല്ലതാണെങ്കിലും ചില വാക്കുകൾ എന്തായാലും നമുക്ക് ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വർത്താനമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും എന്തോ സംസാരിക്കുന്നുണ്ട്, ഡബിൾ മീനിങ് ആയിട്ട് സംസാരിക്കും. ഡബിൾ മീനിങ്ങിന് പണ്ട് കുറേ എയറിൽ കയറിയതാണ് ഈ പുള്ളിക്കാരൻ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ദാസേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നതിന് രേണുവിന് ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് ഇതൊക്കെ കൊടുത്ത ആളാണ്. എന്നിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ബാക്കി കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ മാത്രം. അവൻ അറിഞ്ഞില്ലല്ലോ. സൂക്ഷിക്കണേ. ഞാനാ പിടിച്ചിട്ടുണ്ട്. എന്റെ ഒരു കൈ കൊണ്ട് രേണു ഗിയർ മാറിയത്. രണ്ട് പെമ്പിള്ളേരൊക്കെ വെച്ച് രണ്ടുപേർക്കൂടെ. നമ്മുടെ നിയമം തെറ്റിക്കില്ല. സമയം ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. അങ്ങനെ രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് വാരി കോരി. കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്കെന്നെ അടി അട്ടപ്പാടി ആടി ഞാൻ നിനക്കെന്നാ. ഇത് നീ കുറെ നേരമായില്ല അട്ടപ്പാടി ആടി. ഞാൻ അത് തന്നെയാണ്. നീ കുടുംബശ്രീയിലുണ്ടോ? ഇല്ല. നീ എന്നെ കുടുംബശ്രീ ചേർക്കാൻ പോകണം. എന്നെ കുടുംബശ്രീ തോറ്റപ്പോൾ ഏറ്റവും ഒരു സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ്. ഈ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സ് റിപ്ലൈ കൊടുക്കാനാണ്. പോസിറ്റീവ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട്. വായിക്കാൻ ഇങ്ങനെ പറ്റുമെങ്കിൽ ഓടി. അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ.
അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വയറ് നിറച്ച് പാടുകളുമായി വലിഞ്ഞ് തൂങ്ങി ഇതാക്കുന്നവർക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാൻ അത്രയും ഭംഗിയുള്ള ആ കുട്ടീനെ ഞാൻ കണ്ടത്. അതിൻ്റെ കുട്ടീനെ ആ കുട്ടിക്ക് എന്താ വയറിന് ബുദ്ധിമുട്ടുള്ളത്? നല്ല രസമുണ്ട്, ഒരു പ്രശ്നമില്ല. അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിൽ ഇപ്പം അവൾ മാത്രം കാണിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റുള്ളവരെല്ലാം കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാ അതില്ലാത്ത ബിക്കിനി വരെ ഇട്ടിട്ട് ഓരോരുത്തരും ഇതാക്കുന്നുണ്ട്. അത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നുള്ളതാണോ അവൾ രേണു സുധി എന്ന് പറയുന്ന പെൺകുട്ടി? അത് അവളുടെ ഫേസിൻ്റെ ഇതാണോ? ഇപ്പം വിത്തൗട്ട് മേക്കപ്പിൽ ഓരോരുത്തരെയും കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. പല നാടകം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റത്തെ നാടകം ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്? നാടകത്തിൽ ഇങ്ങനെ അഭിനയിച്ച് അവരെ ചവിട്ടിക്കൂട്ടി വെളിയിൽ എറിയത്തില്ല. കാരണം ലൈവ് പെർഫോമൻസ് അല്ലേ. അതും കൊച്ചിൻ സംഗമിത്രയെ പോലെ വലിയൊരു നാടക സമിതി, നല്ല രീതിയിൽ അറിയപ്പെടുന്ന നാടകം ഓടിയിട്ടുണ്ടോ? ഇപ്പൊ 50 60ാമത്തെ സ്റ്റേജ് ആണ് 24-ാം തീയതി. ഉള്ളത് തന്നെ വേണേ അന്വേഷിച്ചോളൂ. സുധിയുടെ മരണശേഷം രേണുവിനുണ്ടായിട്ടുള്ള ധാർഷ്ട്യം പൊതുവെ എല്ലാവരെയും രേണുവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തന്നെ ബോൾഡായിട്ട് പെരുമാറാൻ. ഞാൻ ബോൾഡ് ആകുമ്പോൾ അത് അഹങ്കാരമാവും, ധാർഷ്ട്യമാവും. അത് എന്റെ കുറ്റമല്ല. ഇപ്പൊ സംസാരിക്കുന്ന പോലും എനിക്ക് ഞാൻ ധാർഷ്ട്യമല്ല, ഞാൻ ബോൾഡ്. ഡെഫിനിഷൻ അല്ല ബോൾഡ്. അതെനിക്ക് അറിയത്തില്ല, അത് മറ്റുള്ളവർ എടുക്കുന്ന രീതി. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് പഠിക്കണം രേണു. പഠിക്കണം. വേറൊന്നും കൊണ്ടല്ല, കണ്ണാടിയെ നോക്കി അഭിനയം സമയം നോക്കും. സമയം കിട്ടുവാണെങ്കിൽ ഞാനത് ചെയ്യാം. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനെ ഒരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യണം? വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത്, വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തിയടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ. സാറിന്റെ കഷ്ടപ്പാട് കണ്ടു, ഇടയിൽ കൂടെ കൈയിട്ടിട്ട് എവിടേക്കാ പോകണമെന്ന് കണ്ടില്ലേ? അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് രജിത് സാറിൻ്റെ സമയം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണെങ്കിലും ഇത് മോശമായിപ്പോൾ രജിത് സാർ ചെയ്തത് ഒട്ടും ശരിയായില്ല. 2 പെണ്ണുങ്ങളെ പിന്നെ എല്ലാവരും പറയും അവർക്ക് പ്രശ്നമില്ലെങ്കിൽ വേറെ ആർക്കാണ് പ്രശ്നം? അവരും അത് ആസ്വദിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും കൈ പോകുന്ന ആ ഒരു സമയത്തും അവർക്ക് യാതൊരു പ്രശ്നമില്ല. 2 പേരും ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും രജിത് സാറിൻ്റെ ചില ഉപദേശങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ എന്തായാലും ശരിയായില്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത് കുറച്ച് ഓവറായിപ്പോയി, കാണിച്ചു കൂട്ടലും കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളവരിനെ വിമർശിക്കുന്ന സമയത്ത് സ്വയം നല്ലതാണോ എന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനും ബാക്കിയുള്ളവരെ വിമർശിക്കാനും. അല്ലാതെ നമ്മളെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ബാക്കിയുള്ളവരെ വിമർശിക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇതിപ്പം അന്ന് വലിയ ഉപദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് വലിയ കൂടെ ഇരുത്തി വലിയ സ്നേഹമൊക്കെ കാണിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ രേണുസുധിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ്സ് നെഗറ്റീവ് കൂടുണ്ട്, പോസിറ്റീവ് കൂടുണ്ട്. നെഗറ്റീവ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ പുള്ളിക്കാരി തന്നെയാണ് ഓരോരുത്തർക്കും എറിഞ്ഞു കൊടുക്കുന്നത് ഈ പുള്ളിക്കാരിയെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആരും കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും പറയുന്നില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.